ഹായ് ഹലോ. അതെ, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കാന്ന് ഇടയ്ക്ക് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളായത്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോവാണ്. അതെ, നാട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നാട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിരിക്കും കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ടായിരുന്നു തിരക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് നാട്ടിൽ പോണതിൻ്റെ. അപ്പോൾ എന്താ അങ്ങനെ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മുൻപത്തെ വീഡിയോസ് ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും ഓൾറെഡി. എനിക്കിത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മാക്സിമം നേരത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ജോക്കുന് മാൾട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാൾട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിക്കും പറ. വെക്കേഷന് പോയോ? നിങ്ങളൊക്കെ വെക്കേഷന് പോയി. നമ്മുടെ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒക്കെ എല്ലാവരും അബ്രോഡുള്ളവരാണെന്നുണ്ടോ? നാട്ടിലുള്ളവരാവാലോ. അപ്പം അങ്ങനെ, അപ്പം അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ജോക്കുന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാല്ലേ. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തൊന്നും പറയാണ്ടാവില്ല, വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പറയാനുണ്ടാവും. അതാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, ആദ്യമായിട്ടാണ് രാവിലെ ടൈമിൽ പോകുന്നത്. സാധാരണ ഈ ഒരു രാവിലെ പുലർച്ചെ നാട്ടിലെത്തുന്ന രീതിയിലാണ് എപ്പോഴും പോകാറുള്ളത്. ഇത്തവണ കുറച്ച് ടൈം വ്യത്യാസമുണ്ട്. നമ്മൾ രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞെത്തുന്ന രീതിയിലാണ്. അങ്ങനെ പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ മുഖത്ത് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. ഞാൻ കുറച്ചു നേരം ചുമ്മാ കണ്ണടച്ചിങ്ങനെ കിടന്നു, ഉറങ്ങിയൊന്നുമില്ല. ജോക്കും മാൾട്ടി അതുപോലും ചെയ്തിട്ടില്ല. ഫുൾ നാട്ടിൽ പോണതിൻ്റെ എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയുക, ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉറക്കല്ലാന്ന് പറയണ, അവർക്ക് നാട്ടിൽ പോണതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്. അപ്പോൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. സുഹൃത്ത് കുറച്ച് നേരം സുഹൃത്ത് ഒന്ന് കിടന്നു. ഞാൻ ഉറങ്ങി, കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്, 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ. ഞാൻ അതും ഉറങ്ങിയിട്ടില്ല, വെറുതെ കണ്ണടച്ചിങ്ങനെ കിടന്നു. ഇവർ അതുപോലും ഇല്ല. അപ്പോൾ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് രണ്ടാൾ ഇരിക്കണേ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് മാൾട്ടി. പിന്നെന്താ, വേറെ എന്താ പറയാനുള്ളത്? അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം, നിങ്ങളോട് ഇതൊക്കെ പറയാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ അല്ലേ. വേറെ ഒന്നും പറയാണ്ട് ജോക്കുന് പിന്നെ നാട്ടിൽ പോണേക്കാളും എക്സൈറ്റ്മെൻറ്റ് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെയാണ്. ജോക്കുവിന് വേണ്ടിയിട്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് വിൻഡോ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജോക്കുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. എന്ത് പ്രശ്നം? അതറിയില്ല. ഇപ്പം വിങ്സിൻ്റെ വിങ്സ് അല്ലേ, വിങ്സിൻ്റെ അവിടെയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ജോക്കു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും കാണാം. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നാട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിരിക്കട്ടെ വീഡിയോയിൽ. പക്ഷേ എത്രത്തോളം എനിക്ക് ഇവിടെ ഉള്ള പോലെ നാട്ടിൽ അപ്ലോഡ്, ഇവിടെയോ ഉള്ളപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും തിരക്കായിരിക്കും. അപ്പോൾ എത്രത്തോളം അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നാട്ടിൽ നിന്ന് കാണാം അല്ലേ. ഓക്കെ, ബൈ ബൈ, സി യു.